ഡോക്ടർ സാറേ, എന്താ? ഇന്നലെ ഞാനേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ കാര്യം? മനസ്സിലായില്ലേ? ഇനി മനസ്സിലായില്ലേ? ഒന്ന് ഉച്ചത്തിൽ പറ. ഇവിടെ ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? There is a limit for everything. ഇതൊരു നാശമായല്ലോ. പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാം. ഒച്ച വെച്ച് ബഹളം കൂട്ടുന്നേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ തുറന്ന് പറ. വെച്ച എന്താ ഇത്? നീ എന്താ ഇത്ര ഉച്ചത്തിൽ ബഹളം വെക്കുന്നത്? അതന്നെ ഞാനും പറഞ്ഞത്. ഇവിടെ ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല, അത് തെറ്റാണ്, ആന്റിക്ക് അത് ഇഷ്ടപ്പെടില്ല, ആന്റി വഴക്ക് പറയും, ഇതൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷെ ദേവി കേൾക്കണ്ടേ? ഡോക്ടറാണെന്നുള്ള ഗമയാ, അതുകൊണ്ടാണ് ആന്റി അനുസരിക്കാത്തത്. എന്തോ രവി ഇത്? ഇത്രയും വിദ്യാഭ്യാസമുള്ള നിനക്ക് ഞാൻ പറഞ്ഞിരുന്നോ ഡിസിപ്ലിന്റെ കാര്യം? സോറി മമ്മി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ചേട്ടത്തിനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനിയത്തിയോട് മര്യാദ ഇരിക്കാൻ പറയണം. എന്ത് രവി കാര്യം? വെറുതെ ആവശ്യമില്ല മമ്മിയെ കൊണ്ട് എന്നെ വഴക്ക് കേൾപ്പിക്കാണ് പണിയൊക്കെ ഒപ്പിക്കുന്നത്. ഇന്നലെ പ്രഷർ അധികമാണെന്ന് പറഞ്ഞ് വരട്ടിയില്ലേ, അതിന് പകരം തീർത്തായിരിക്കും. ഇതാരുടെ ചെരുപ്പിന്റെ അടയാളമാ? ഇതാരുടെ ചെരുപ്പിന്റെ അടയാളമാണെന്ന്? ഇത് ഹൈ ഹീൽ ഇടുന്ന ആരുടെ ചെരുപ്പിന്റെ അടയാളമാണ്? ഇവിടെ ഹൈ ഹീൽ ചെരുപ്പിടുന്നത് മഞ്ജു ചേച്ചി മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചുതരാം. ചേച്ചി എഴുന്നേറ്റ്. എന്തിനാ എഴുന്നേറ്റ്? ആ ചെരുപ്പൊന്ന് കാണിച്ച്. ആ അത് തന്നെ നാളെ ചെലവെറ്റിയിരിക്കുന്നു. മഞ്ജു ഗാർഡനിൽ പോയിട്ട് ആ കാലോടകത്ത് വന്ന് കാണും അല്ലേ? അതിന് ഞാനിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. ഈ വീട്ടിനകത്ത് ആര് ചെരുപ്പിട്ട് അഴുക്കാക്കിയോ അത് അവരവരെ തന്നെ വൃത്തിയാക്കണമെന്നൊരു നിയമമുണ്ട്. അതിന് ഡാഡി എന്നോ മമ്മിയെന്നോ വ്യത്യാസമില്ല അല്ലേ മമ്മി? അതിന് ഞാനല്ലേ ചെയ്തത്. ഇത് ചേച്ചിയുടെ ചെരുപ്പിന്റെ അടയാളമല്ലേ? ചേച്ചി എന്നെ തുടയ്ക്കണം. ഞാനും അതിനൊരാളെ നോക്കണം. ഇരിക്കാൻ വരട്ടെ. മഞ്ജു തന്നെ തുടയ്ക്കണം. ഞാൻ ചെയ്യാത്ത കുറ്റമാണിത്. പക്ഷെ എന്നെ കൊണ്ട് തന്നെ തുടപ്പിക്കണം നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ചെയ്തേക്കാം. വേണ്ട മഞ്ജു, ഞാൻ തുടച്ചോളാം. ഗീതയോടെ ഇരിക്കും. ആരെഴുക്കാക്കിയോ അവർ തന്നെ തുടച്ചാൽ മതി. വേണ്ട മഞ്ജു, ഞാൻ തുടച്ചോളാം. വേണ്ട, ഞാനാണിത് ചെയ്തെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഞാൻ തന്നെ തുടച്ചോളാം. ഇല്ല മമ്മി, ഞാനാണ് മഞ്ജുവിന്റെ ചെരുപ്പത്തോടൊന്ന് ഇവിടെ അഴുക്കാക്കിയത്. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ പറഞ്ഞേക്കാം. മഞ്ജു, നീ തുടക്കണ്ട. അവിടെ വെച്ചേക്ക്. വന്നിരിക്കേ. എന്താ മഞ്ജു ഒറ്റയ്ക്ക് പുറത്തു വന്നിരിക്കുന്നത്? ഒറ്റയ്ക്ക് പുറത്തിരിക്കാൻ പാടില്ലെന്നും ഇവിടെ നിയമമുണ്ടോ? മാഡം ഇന്ന് വളരെ ചൂടിലാണല്ലോ. ഒന്ന് പ്ലസന്റ് ആയിരുന്നൂടെ? പ്ലസന്റ് ആയിട്ട് ഇവിടെ കഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീട്ടിലെ ഡിസിപ്ലിൻ നിയമം അങ്ങനെയാണല്ലോ. ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പോവാ.
ഐ എം സോറി മഞ്ജു. ഇന്നലെ മഞ്ജു മമ്മിയെ കൊണ്ടെന്നെ വഴക്ക് കഴിപ്പിച്ചപ്പോഴുണ്ടായ ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അത് മഞ്ജുവിന് ഇത്രയും ഫീലിംഗ് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ജീവിക്കുന്നു? തടിമാടന്മാരായ 4 ആണുങ്ങൾ ജീവിക്കുന്ന വീടാണിത്. ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. ഛെ, ഇതെല്ലാം ഒരുതരം അടിമത്തമാണ്. അടിമത്തമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഡിസിപ്ലിൻ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഡിസിപ്ലിൻ അതിര് കിടന്ന എല്ലാം ഒരുതരം അടിമത്തമാണ്. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ വളർന്നു വന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ലെന്ന് പറയുന്നത് തന്നെ ഒരുതരം കോംപ്ലക്സ് ആണ്. മനസാക്ഷി മറച്ചു വെച്ചുകൊണ്ടുള്ള അഭിനയം. മഞ്ജുവിനോട് സത്യം പറയാമല്ലോ, മമ്മിയുടെ ഈ നിയമങ്ങൾ ഞങ്ങൾ പൂർണ്ണ മനസ്സോടെയാണ് അനുസരിക്കുന്നതെന്ന് മഞ്ജുവിന് തോന്നിയിട്ടുണ്ടോ? ഇതൊരു വീടാണ്, അല്ലാതെ ജയിലൊന്നുമല്ല. ഈ കർശനമായ നിയമങ്ങൾ മാറ്റണം രവി. എങ്ങനെ മാറ്റുന്നതാണ് മഞ്ജു പറയുന്നത്? അതിനൊക്കെ ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആരെ കയ്യിലെടുത്താലാണ് ഇവിടുത്തെ എല്ലാവരുടെയും ആക്ടിവിറ്റീസ് മനസ്സിലാക്കാൻ കഴിയുക? ടിങ്കുവിനെ പിടിച്ചാൽ കഴിയുമോ? അതോ ശാലുമുള ആയാലോ? ആന്റി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ. മോൾ ഉറങ്ങുന്നില്ലേ? മോക്ക് ഉറക്കം വരുന്നില്ല ആന്റി. എന്നാ വാ, മോൾ ആന്റിയുടെ കൂടെ ഇരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയാം. മോക്ക് ഈ വീട്ടിൽ ആരോടാ കൂടുതൽ ഇഷ്ടം? എന്തിനാ ആന്റി? വെറുതെ ആന്റിക്കൊന്നും അറിയാനാ. അത് 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 എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ആന്റിയോടാ. എന്നോടോ? നീ ആട് കൊള്ളാലോടി. മോനെ ഇടിക്കായിരിക്കും. അല്ല ആന്റി, ഞാൻ നേരെ പറഞ്ഞേ. ആന്റി സ്മാർട്ടാ. അതുകൊണ്ടാ. മോക്ക് സ്മാർട്ട് ആയിക്കൂടെ? ഞാൻ സ്മാർട്ട് ആയാല് മുത്തശ്ശിക്ക് പിടിക്കൂല. ഡാൻസ് കളിക്കാനും പാട്ട് കേൾക്കാനും വീഡിയോ കാണാനും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. പക്ഷേ മുത്തശ്ശി സമ്മതിക്കില്ല. മുത്തശ്ശിക്ക് എല്ലാം ടൈം ടേബിളാ. മോക്ക് മുത്തശ്ശന് ഇഷ്ടമാണോ? മുത്തശ്ശൻ പാവാ. മുത്തശ്ശിയോ? ആന്റി മുത്തശ്ശിയോട് പറയോ? ആന്റി ആരോടും പറയില്ല. മോള് പറഞ്ഞു. മുത്തശ്ശി ഒരു മൂശാട്ടിയാ. എന്നാലും എന്നോട് ഇഷ്ടമുണ്ട് കേട്ടോ. ആന്റി പറയോ? ആന്റി ആരോടും പറയില്ല മോളെ. മോളോട് മുത്തശ്ശിക്ക് ഇഷ്ടമാണെങ്കിൽ മോക്കെന്തിനാ മുത്തശ്ശിയോട് ദേഷ്യം? ദേഷ്യമൊന്നുമില്ല. അതേ, എനിക്ക് ഡാൻസ് പഠിക്കണം പറഞ്ഞിട്ട് മുത്തശ്ശി സമ്മതിച്ചില്ല. നഴ്സറിയില് അനുമോക്കും നിഷമോക്കും എല്ലാവർക്കും ഡാൻസ് അറിയാം. എനിക്കൊന്ന് പഠിക്കണം. പക്ഷെ മുത്തശ്ശി സമ്മതിക്കില്ല ആന്റി. ശരി, മോള് വിഷമിക്കണ്ട. നമുക്ക് ആന്റി ഡാൻസ് പഠിപ്പിച്ചു തരാം. പക്ഷെ ഒരു കണ്ടീഷൻ, ആന്റി പറയുന്ന പോലെ അനുസരിക്കണം. ഓക്കെ? ശരി ആന്റി. വാ. ഈ പ്രിന്റിംഗ് നന്നായിരിക്കുന്നല്ലേ ചേച്ചി? ഡാഡി, ഡാഡി. ഡോക്ടർ സാറേ, ആ കാറിന് കീഴം തരാം. എന്തിനാ? എനിക്കൊന്ന് ബീച്ച് വരെ പോവാനാ. അതിന് മഞ്ജുവിന് കൊടുത്ത വഴികളൊന്നും പരിചയമില്ലല്ലോ, പിന്നെ എങ്ങനെ? അതിന് കീഴായിട്ടാണല്ലോ എണ്ണം കൂടെ പോകുന്നത്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പോകുന്നൊക്കെ കൊള്ളാം, പക്ഷെ മമ്മി വരുന്നതിന് മുമ്പ് അണ്ണനിങ്ങ എത്തണം. അല്ല, വണ്ടി ഓടിക്കാൻ അറിയോ? കണ്ടോ? വാ. ചേട്ടത്തമ്മേ, പാർട്ടിക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? അതോ എവിടെയും കൊണ്ട് ചേർത്തു? അതൊന്നുമില്ല. ആർക്കറിയാം. ടാറ്റാ ഡാഡി. ടാറ്റാ മോളെ. ടാറ്റാ.